കേരള തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആശാ വർക്കർമാർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പഞ്ചായത്തുകളിലൊക്കെ സാധാരണ മനുഷ്യർക്ക് ആശ നൽകുന്ന, അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന, ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓണറേറിയമായ 7,000 രൂപയിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടിക്കിട്ടണമെന്നുള്ള ആവശ്യങ്ങളും ആയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തലസ്ഥാന നഗരിയിൽ പല പല സമരങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതിനു മുമ്പ് നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർക്ക് ആരോഗ്യമന്ത്രിക്കും മറ്റുള്ളവർക്കൊക്കെ നൽകിയിട്ടുണ്ടാവും. പക്ഷേ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റ് ഭരണ നേതൃത്വവും ഒക്കെ ഇതുവരെ ഈ 7,000 രൂപ വാങ്ങുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാൻ, 1,000 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ സന്നദ്ധത ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പറഞ്ഞ എല്ലാ ആശാ വർക്കർമാരും ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഈ ആശാ വർക്കർമാർ 7,000 രൂപയിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മുടെ തലസ്ഥാന നഗരിയിൽ പട്ടിണി കിടക്കുമ്പോൾ കൊച്ചി മഹാനഗരത്തിൽ ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ ഹയാത്ത് റീജൻസിയിൽ നമ്മുടെ മന്ത്രിസഭയിലെ അംഗങ്ങളും ഉദ്യോഗസ്ഥ പ്രമുഖരുമൊക്കെ വളരെ ശുഷ്കാന്തിയോടുകൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഇങ്ങനെ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അല്ലെങ്കിൽ നിക്ഷേപക സംഗമം നടത്തുകയാണ്. അപ്പോൾ ഈ നിക്ഷേപക സംഗമത്തിൽ ഭരണകക്ഷിയിലെ പ്രധാന കക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷ് തന്നെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ BJPയുടെ കേന്ദ്ര മന്ത്രിമാർ സജീവ സാന്നിധ്യമായിട്ട് അതിലുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളായ VD സതീശനൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസും CPM-ഉം BJPയും ഒക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഈ എറണാകുളത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകളിലൊന്നായ ഹയാത്ത് റീജൻസി നടക്കുന്ന ഈ നിക്ഷേപക സംഗമത്തിൽ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് നമ്മുടെ ഇവിടുത്തെ മന്ത്രിയും പരിവാരങ്ങളും ഒക്കെ അവർ ക്ഷണിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. അങ്ങനെ കുറച്ച് തയ്യാറെടുപ്പോടുകൂടി, മാസങ്ങളുടെ തയ്യാറെടുപ്പോടുകൂടിയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ കോടികളുടെ കണക്കാണ് ഈ പറയുന്ന കൊച്ചി നഗരത്തിലെ നിക്ഷേപ സംഗമം നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വെറും 1000-ൻ്റെ കണക്ക് പരിഹരിക്കാൻ പറ്റാത്തവർ ഇവിടെ കൊച്ചി നഗരത്തിൽ കോടികളുടെ കണക്ക് എങ്ങനെ നേടാമെന്ന ഒരു കാര്യത്തിൽ സജീവ ചർച്ചയിലും ചിന്തയിലുമാണ്. അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന അദാനിയുടെ ഒരു 30,000 കോടിയുടെ പ്രഖ്യാപനം വന്നു. അദ്ദേഹം ഇവിടെ നിക്ഷേപിക്കുമെന്ന് വന്നു. അതുപോലെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന അംബാനിയുടെ ജിയോ ഏകദേശം 800 കോടിയോ മറ്റോ ഇവിടെ അവരുടെ കേബിൾ ഇടാൻ വേണ്ടി അവർ പ്രഖ്യാപിച്ചു. പിന്നെ പ്രിയപ്പെട്ട യൂസഫ് അലിയുടെ പ്രഖ്യാപനം വന്നു. അതുപോലെ ലേക്ക് ഷോർ ആശുപത്രി നടത്തുന്ന ആസാദ് മൂപ്പൻ്റെ പ്രഖ്യാപനം വന്നു. അങ്ങനെ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കോടികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെ ഇങ്ങനെ സ്വകാര്യ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട അദാനിയും അംബാനിയും യൂസഫ് അലിയും ആസാദ് മൂപ്പനും കൂടാതെ BJP കേന്ദ്ര സർക്കാരും ഇതിൻ്റെ കൂടെ ഇതിനെ കവിച്ചു വെട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് അവർ നടത്തുന്നത്. അവർ അവിടെ റോഡ് പണിയും ഇവിടെ റോഡ് പണിയും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ BJPയുടെ കേന്ദ്ര സർക്കാരും കേരളത്തിൽ കോടികൾ നിക്ഷേപിക്കുമെന്നാണ് ഈ നിക്ഷേപ സംഗമത്തിൽ പറയുന്നത്. അങ്ങനെ കേരളം ഈ ഒരു നിക്ഷേപ സംഗമം, അതായത് ഈ ആഡംബര ഹോട്ടലിലെ നിക്ഷേപ സംഗമം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു സംസ്ഥാനമായി കാണാൻ പറ്റുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ, അവിടെ പങ്കെടുക്കുന്നവരുടെ. ഇതിനു മുമ്പ് ഞാൻ സർക്കാരിൽ ജോലി ചെയ്യുമ്പോൾ 2 ഇതേപോലത്തെ നിക്ഷേപക സംഗമ മാമാങ്കങ്ങളിൽ തയ്യാറെടുപ്പിന് വേണ്ടി വകുപ്പിൻ്റെ ചുമതല ഉള്ളപ്പോൾ സഹായിക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2002-2003 കാലഘട്ടത്തിലാണ് ഒരു ഇതുപോലെ ആഗോള നിക്ഷേപക സംഗമവും. അന്നും പല പല പ്രഖ്യാപനങ്ങൾ നടന്നു. കടലിൽ നിന്ന് മണലെടുക്കും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു. അപ്പോൾ നമ്മൾ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പിന്നീട് ഈ പല വാഗ്ദാനം നടത്തിയവരെ ഒന്നും നമ്മൾ പിന്നീട് ഒരിടത്തും കണ്ടിട്ടില്ല.
ഇതിനുശേഷം വീണ്ടും ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേന് 2011-12 മറ്റോ ആണ്, 12-13 മറ്റോ അടുത്ത ഒരെണ്ണം എറണാകുളത്ത് അന്ന് ഇതേപോലെ തന്നെ അന്ന് ഈ ഹയാത്ത് റീജൻസി ഹോട്ടലൊന്ന് ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് അന്ന് ലേ മെറിഡിയൻ ഹോട്ടലിലെ വെച്ച മറ്റാണെന്ന് തോന്നുന്നു, എറണാകുളത്ത് തന്നെയാണ്. ഇതേപോലെ വേറൊരു നിക്ഷേപക മാമാങ്കം നടന്നിരുന്നു. അന്നും ഇതുപോലെ ഓരോ വകുപ്പുകളും, അന്ന് എൻ്റെ വകുപ്പിൽ ഞാൻ ഓർക്കുന്നുണ്ട് 10 ഓളം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള പ്രപ്പോസലുകളും അതിനുള്ള ബ്രോഷറുകളും അതിൻ്റെ കുറേ കാര്യങ്ങളുമൊക്കെ പ്രിപ്പയർ ചെയ്യുകയും മാസങ്ങളോളം ആ വകുപ്പിലെ കുറേയധികം ആളുകൾ ഈ ഒരു നിക്ഷേപക മാമാങ്കത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതുപോലെ സർക്കാരും അതിനു വേണ്ടിയുള്ള ബ്രോഷർ ഉണ്ടാക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ പണം മുടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അന്ന് സർക്കാർ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ ഒന്നുപോലും നടന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഈ നിക്ഷേപക മാമാങ്കങ്ങൾ, നിക്ഷേപക സംഗമങ്ങൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ആഡംബരപൂർവ്വം നടത്തി കുറേയധികം VIP-കളെയൊക്കെ വിളിച്ച് പ്രസംഗവും പ്രഖ്യാപനങ്ങളുമൊക്കെ നടത്തിയ ശേഷം കേരളം നന്നായോ? 2000 മുതൽ ഇവിടെ ഇത് നടക്കുന്നുണ്ട് ഈ പ്രക്രിയ. പക്ഷേ 25 വർഷത്തോളമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിക്ഷേപങ്ങൾ വന്നത് എന്തിലൊക്കെയാണ്? കൂടുതൽ നിക്ഷേപങ്ങൾ വന്നിരിക്കുന്നത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ റോഡുകളിലുള്ള നിക്ഷേപമാണ്. അത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അത് ഹൈവേ, അത് ഇപ്പം വന്നതല്ല, പണ്ട് മുതലേ ഉള്ള നമ്മുടെ അനിവാര്യതയായിരുന്നു. അത് അടുത്ത കാലത്ത് അതിൻ്റെ പണി വേഗത്തിലാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു നിക്ഷേപം തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ അദാനിയുടെ വിഴിഞ്ഞം പോർട്ട്, അത് വലിയൊരു നിക്ഷേപമാണ്. പക്ഷേ അതിനു മുമ്പ് കൊച്ചിയിൽ വല്ലാപാടത്തും ഇതുപോലെ ഒരു കണ്ടെയ്നർ ടെർമിനലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദാനിയുടെ തുറമുഖം വിഴിഞ്ഞത്ത് വന്നപ്പോഴത്തേക്കും വല്ലാറപാടത്തെ തുറമുഖം ഇല്ലെന്നായി, അതിൻ്റെ പ്രസക്തി ഇല്ലെന്നായി, അവരിനി പൂട്ടിക്കെട്ടി പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പണ്ട് എന്തിനാണ് ഇത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും, അവിടേക്കിട്ട് 1600 കോടിയോളം മുടക്കിയ ഒരു വലിയ റെയിൽവേ ലൈനും ഒക്കെ എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അപ്പോൾ എനിവേ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾ ആണ് ഒരു പ്രധാന നിക്ഷേപം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ് അതിന് കൂടുതൽ താല്പര്യമെടുത്ത് നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ കേരളത്തിൽ വരുന്നത്, നമ്മൾ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലുള്ള സാധാരണ മനുഷ്യരുടെ വീടുകളിലൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ഗ്രാസ് റൂട്ട്സ് ലെവലിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാർ അവിടെ സമരം ചെയ്യുമ്പോൾ നമ്മളുടെ ആഡംബര ഹോട്ടലിലെ തീരുമാനങ്ങളെല്ലാം വലിയ വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികൾ പണിയാൻ വേണ്ടിയുള്ള ഒരു നിക്ഷേപങ്ങളാണ് കൂടുതൽ വരുന്നത്. വലിയ വലിയ ആശുപത്രികൾ വരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയാലേ നമ്മുടെ ചികിത്സ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ വികസനമാണോ? ഈ നിക്ഷേപം കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു അളവുകോലായിട്ട് എടുക്കാൻ പറ്റുമോ? നമുക്ക് കേരളത്തിന് ആരോഗ്യം കുറഞ്ഞതുകൊണ്ടും അസുഖങ്ങൾ കൂടിയതുകൊണ്ടും ക്യാൻസറും ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. കിഡ്നി അസുഖം, ലിവർ അസുഖമൊക്കെ വന്നതുകൊണ്ട് ഈ ആശുപത്രികളുടെ എണ്ണം കൂടിയില്ലെങ്കിൽ ഈ സാധാരണഗതിയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടുതൽ ജയിലുകൾ വേണമെന്ന് പറയുന്നത് പോലെ കൂടുതൽ രോഗബാധിതരുണ്ടെങ്കിൽ കൂടുതൽ ആശുപത്രികൾ വേണം. അതും കേരളത്തിൽ കൂടുതൽ പൈസ മുടക്കിയുള്ള ആശുപത്രികൾ, അത് ഇൻഷുറൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കർക്കമ്പനി പരിപാടിയല്ലേ ഈ ആശുപത്രി നിക്ഷേപങ്ങൾ എന്നുള്ള ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കൂട്ടം നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ വലിയ മാളുകൾ, അതുപോലെ കുറേ അങ്ങനത്തെ വ്യാപാര കച്ചവട സ്ഥാപനങ്ങളും അല്ലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ വളരെ അടുത്ത് തന്നെ നൽകാനുള്ള ഭക്ഷ്യ സംസ്കരണ ശാലകളും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് അടുത്ത മൂന്നാമത്തെ ടൈപ്പ് നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുന്നത്. അതും കേരളത്തിലൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റി മറ്റ് രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിപണിയായിട്ട് വിറ്റഴിച്ച് അതിൻ്റെ പാക്ക് ചെയ്തതും അല്ലാത്തതുമായിട്ട് വേസ്റ്റുകളൊക്കെ കുന്നുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുകയല്ലേ അങ്ങനത്തെ നിക്ഷേപങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ GDP കൂട്ടുന്ന, ഉൽപ്പാദനക്ഷമത കൂട്ടുന്ന,
മനുഷ്യർക്ക് എന്താ പറയുക, ഫ്യൂച്ചറിലേക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകുന്ന അങ്ങനത്തെ കാര്യങ്ങളാണോ ഇവിടുത്തെ നിക്ഷേപങ്ങൾ നടക്കുന്നത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറേ സ്പീഡിൽ യാത്ര ചെയ്തത് കൊണ്ട് മാത്രമാണോ? അത് വേണം, തീർച്ചയായിട്ടും എല്ലാവരും യാത്ര ചെയ്യണം. പക്ഷേ അത് മാത്രമാണോ നമുക്ക് വേണ്ടത്? എത്ര നല്ല ഫാക്ടറികളാണ് ഇവിടെ ഉണ്ടാകുന്നത്? അതോ ഇവിടുത്തെ ഫാക്ടറികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണോ? അപ്പോൾ അതും ആവശ്യമില്ലേ? സാധാരണ ഒരു സാമ്പത്തിക രംഗം വികസിക്കണമെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ പ്രൈമറി സെക്ടറും വികസിക്കണം, സെക്കൻഡറി സെക്ടറും വികസിക്കണം, ടെർഷ്യറി സെക്ടറും വികസിക്കണം. ടെർഷ്യറി സെക്ടറിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം എല്ലാം ആകില്ല, മറ്റു കാര്യങ്ങളും വേണമെന്നൊക്കെയാണ് പണ്ട് കാലത്ത് മനുഷ്യരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ ഈ നിക്ഷേപ സംഘത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്ന നിക്ഷേപങ്ങൾ മാത്രമാണ്. അതും വൻകിട അംബാനി, അദാനി, യൂസഫ് അലി, ആസാദ് മൂപ്പൻ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിക്ഷേപ പരിപാടികൾ അല്ലേ ഇവിടെ വരുന്നത്.